ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഔതുകുട്ടച്ചായൻ രണ്ടും കാൽപ്പിച്ച് സ്റ്റാൻലിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നാട്ടുകാരെന്തെങ്കിലും എന്ത് പറയുമെന്നെങ്കിലും ഈ പയ്യൻ ആലോചിക്കണ്ടേ. എവിടെന്നോ കയറി വന്ന പെണ്ണ് അത് സ്വന്തം മകളാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കണം. രണ്ടും ചോദിച്ചല്ലേ പറ്റൂ. എന്തായാലും ഇത് രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ. അട്ടേനെ പിടിച്ച് മെത്തേക്ക് കിടത്തിയ അത് കിടക്കില്ലല്ലോ. എന്തായാലും അവൻ്റെ അടുത്തേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവധിക്കുട്ടയച്ച നാളെ തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി അവധിക്കുട്ടയച്ചനെ കൂടി മദ്യപിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മോൾ 23 വർഷം അനാഥാലയത്തിലാണ് ജീവിച്ചത്. ഇനിയെങ്കിലും അവൾക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കണ്ടേ വെച്ചാൽ അവൾക്ക് അർഹതപ്പെട്ട സ്ഥാനവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണ്ടേ. അവൾക്ക് അർഹതപ്പെട്ട സ്നേഹം എനിക്ക് കൊടുക്കണ്ടേ വെച്ചാ. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ലാലിച്ച. പക്ഷേ എങ്കിലും എനിക്കെന്തോ ഇതൊന്നും കൂടെ ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല. നിന്റെ ഭാര്യ എന്ത് വിചാരിക്കും, മക്കൾ എന്ത് വിചാരിക്കും? അവരും നിന്റെ മക്കൾ തന്നെയാണ് അച്ഛാ. എൻ്റെ മക്കൾ എങ്ങനെയാ ജീവിച്ചതെന്ന് അച്ഛനറിയാലോ. പക്ഷെ അതുപോലെയാണോ അലീന ജീവിച്ചത്? എന്തായാലും അലീനെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി. അപ്പൊ ആ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചാലേ. അങ്ങനെ നാളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഔതുകുട്ടി അച്ഛനോട് നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ അലീനെ കാണിക്കാൻ പോകുന്ന ഭാഗമായിട്ട് അലീന ആ സമയത്ത് അടുക്കളയിൽ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ സ്റ്റാൻലി പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട്, ദേ അച്ഛൻ ഇറക്കി വിടാൻ നിന്ന ആള് ദേ വന്നല്ലോ, ദേ ഇതാണ് എൻ്റെ മകൾ അലീന എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്നാണ് ഔതുകുട്ടയച്ചൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അലീനെ കാണുന്നത്. അലീനെ കാണുമ്പോൾ തന്നെ അലീന ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഔതുകുട്ടിയുടെ വായിന്ന് അറിയാതെ ചിന്നമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സ്റ്റാൻലി, അതേ അച്ഛാ, ചിന്നമ്മ, നമ്മുടെ സ്വന്തം ചിന്നമ്മ. ഈശ്വര, ഇത് ചിന്നമ്മ തന്നെ. അതേ നോട്ടം, അതേ ചിരി, അതേ രീതി. അയ്യോ, ഒരു മാറ്റമില്ലല്ലോടെ മോനെ എന്ന് പറയുമ്പോൾ, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ ഇവൾ എൻ്റെ മകളാന്നുള്ളതിന്? അച്ഛന് എന്ത് തെളിവാ വേണ്ടത്? ഒരു DNA ടെസ്റ്റിൻ്റെ ഇതുപോലും വേണ്ട, കറക്റ്റ് നിന്റെ അമ്മ പോലെ തന്നെ എന്ന് പറയാണ്. ഔതുകുട്ടയച്ചൻ അലീൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നെ മനസ്സിലായോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. എന്നെ പുറത്താക്കാൻ വേണ്ടി വന്നേക്കണല്ലേ വല്യപ്പച്ചൻ? ഞാനോ? പുറത്താക്കാനോ? നീ എന്തൊക്കെയാ കൊച്ചി പറയണത്? നിന്നോട് ഈ കള്ളത്തരം ആരാ പറഞ്ഞത്? എടാ ലാലിച്ച, നീയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊന്നുമില്ല. അച്ഛന്റെ വരവും നിപ്പും കൊമ്പമീശയെ കണ്ടപ്പോ അവൾക്ക് തോന്നിയതായിരിക്കും. ഇല്ല മോളെ, നീയേ എൻ്റെ ചിന്നമ്മയാണ് എന്ന് പറയാണ്. ചിന്നമ്മ? ചിന്നമ്മ എന്ന് പറഞ്ഞ എൻ്റെ കെട്ടിയോള്, അതായത് ഇവന്റെ അമ്മ, നിന്റെ വല്യമ്മച്ചി എന്ന് പറയാണ്. ചിന്നമ്മ എന്നല്ല പേരെട്ടോ. പക്ഷെ ഇവനെ ചെറുപ്പത്തിലെ സംസാരം കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ പകരം ചിന്നമ്മ ചിന്നമ്മ എന്ന് ഇവൻ വിളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കെട്ടിയോളെ എല്ലാവരും ചിന്നമ്മ എങ്ങനെ ആക്കി. ഇപ്പൊ നിന്നെ കണ്ടാല അതുപോലെ തന്നെയാ ഇരിക്കണത്. വലിയപ്പച്ചൻ, എന്നെ ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട മോളെ, കുടിക്കാനുള്ളതൊക്കെ ദേ ലാലിച്ചൻ തന്നു. മനസ്സിലായി. എൻ്റെ അമ്മോ, ചിന്നമ്മയുടെ അതേ നോട്ടം എന്ന് പറയാണ്. കുടിക്കാനുള്ളത് ലാലിച്ച് തന്നപ്പോ മനസ്സിലായി. വല്യപ്പച്ചൻ വെള്ളം അടിച്ചല്ലേ? അയ്യോ മോളെ, ഒരു ഗ്ലാസ്, ഒരൊറ്റ ഗ്ലാസ്. ശരി, അതെ മോള് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചല്ലേ, ചായ എടുത്തോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അലീന അടുക്കളയിലേക്ക് പോയിട്ട് വല്യപ്പച്ചനോട് പറയണ്ട, അതേ വല്യപ്പച്ച, ഞാൻ അടുക്കളയിൽ കയറിയാലേ പൗലോസേട്ടൻ സമ്മതിക്കില്ല. ആര് പറഞ്ഞു സമ്മതിക്കില്ലെന്ന്? ഞാൻ പറഞ്ഞോളാം. എടാ പൗലോസെ, നീ ഇത് ഇടപെടാൻ നിൽക്കണ്ട. എൻ്റെ കൊച്ചുമോളെ എനിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുവാണ് എന്ന് പറയാണ്. അങ്ങനെ അലീന ഒരു പാത്രത്തിലേക്ക് പാല് കുടഞ്ഞിട്ടതിന് ശേഷം തേയിലയും പഞ്ചസാരയൊക്കെ എടുത്തിട്ട് അടിപൊളി ചായ ഉണ്ടാക്കുകയാണ്. അത് 3 ഗ്ലാസ്സിലായിട്ട് ഒഴിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ഔതുക്കുട്ടിക്കും, ഒരെണ്ണം അലീനക്കും, ഒരെണ്ണം നമ്മുടെ പൗലോസേട്ടനും. ആ ചായ ഒരു ഇച്ചിരി നമ്മുടെ ഔതുക്കുട്ട ചായ കുടിക്കുന്നുണ്ട്. വാവ്, എന്തൊരു ടേസ്റ്റ്, എന്തൊരു രുചി, എന്താ കടുപ്പം, കറക്റ്റ് മധുരം. മോളെ, ഇത് സൂപ്പർ ചായ കേട്ടോ. എടാ പൗലോസെ, കണ്ടു പഠിക്കടാ. ഇവളോട് ചോദിച്ച് മനസ്സിലാക്കി ഇതിന്റെ കൂട്ടെങ്ങനെയാണെന്ന്. അതെങ്ങനെ കൈപുണ്യം എന്ന് പറഞ്ഞതൊന്നും വേണമല്ലോ. സത്യം പറയല മോളെ, ചിന്നമ്മക്ക് എന്ത് കൈപുണ്യം എന്നറിയാവോ? അവളുടെ കൈപുണ്യം നിനക്കാണോ കിട്ടിയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. സത്യം ചിന്നമ്മ ഉണ്ടാക്കണേക്കാളും ചായ സൂപ്പർ ആയിട്ടുണ്ട്. ശരി, വലിയപ്പച്ചൻ ചായ കുടിക്കുക, എന്തായാലും സൂപ്പർ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലിയും അതുപോലെ തന്നെ നമ്മുടെ ഔതുക്കുട്ടി അച്ഛനും രാത്രി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കണ്ട, അല്ല അച്ഛൻ വന്നിട്ട് അവളെ പറഞ്ഞയച്ചിട്ട് ഉടനെ പോകുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ പോകുന്നില്ലേ? ഞാൻ 2 ദിവസം കൊണ്ട് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. എൻ്റെ മോൾ അച്ഛന് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമല്ലേ? പിന്നെ ഇഷ്ടമാവാതെ അവൾ മിടുക്കിയല്ലേ അച്ഛാ? കാണാൻ ഭയങ്കര സുന്ദരിയല്ലേ? പിന്നെ സുന്ദരിയാണ്, മിടുക്കിയാണ്, എന്താ ഒരു കുലീനത്വം, എന്താ ഒരു നല്ല സ്വഭാവം. അടിപൊളിയാണ് മോനെ, നല്ലൊരു കുട്ടിയാവള് എന്ന് പറയാണ്. അതിനുശേഷം സ്റ്റാൻലി പറയണ്ട, എൻ്റെ മോൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കണം. ഞാൻ ആകാശത്തൂടെ എൻ്റെ മോളെ പറത്തും,
വെള്ളത്തിൽ കൂടി നീന്തിപ്പിക്കും. എൻ്റെ മോളെ കൂടി ഞാൻ ഈ ലോകം ചുറ്റിക്കറങ്ങും, അച്ഛൻ നോക്കിക്കോ. എങ്കിലേ ലോകം ചുറ്റിക്കറങ്ങുമ്പോഴേ ഞാനും കൂടി വരാം. അച്ഛനോ എന്ന് പറയുമ്പോഴേക്കും അതെ, എന്താ എനിക്ക് വന്നൂടെ, എനിക്കും കറങ്ങണം എൻ്റെ കൊച്ചുമകളുടെ കൂടെ എന്ന് പറയാണ്. എങ്കിൽ നമുക്ക് നാളെ ഒരു യാത്ര പോയാലോ, അതിനെന്താ പോവാലോ എന്ന് വല്യപ്പച്ചനും പറയണം. അങ്ങനെ സ്റ്റാൻലിയും വല്യപ്പച്ചനും അലീനയും കൂടി രാവിലെ തന്നെ യാത്ര പോവാട്ടോ. അലീനക്ക് ഒരുപാട് ഡ്രസ്സുകൾ വല്യപ്പച്ചൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആഭരണങ്ങൾ, കുറേ ഐസ്ക്രീം, ഫുഡ് എല്ലാം തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ആ യാത്ര ശരിക്കും ആഘോഷിക്കുക കേട്ടോ. ശേഷം വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ലാലിച്ചൻ പറയണ്ടേ, കണ്ടോ മോളെ, അച്ഛനെ വന്നിട്ട് പിറ്റേ ദിവസം പോകുമെന്ന് പറഞ്ഞ ആളാ ഇപ്പൊ വന്നിട്ട് 3 ദിവസമായി എന്ന് പറയാണ്. വല്യപ്പച്ചൻ പറയണ്ട്, അതെ എന്റെ മോളെ കണ്ട അങ്ങനെ തടയെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ട് പോകാൻ പറ്റൂടാ, എന്റെ മോളെ കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ പറയാണ്. മോളെ നീ എന്നാ പോയി കിടന്നു, സമയം ഒത്തിരി ആയില്ലേ എന്ന് പറയാണ്. അങ്ങനെ അലീന കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ശേഷം സ്റ്റാൻലി പറയണ്ട്, എന്റെ മോളെ ഞാൻ ഇവിടെ തന്നെ നിർത്തി വെച്ചാ അവളെ ഒരു രാജകുമാരനെ പോലെ ഞാൻ വളർത്തും. അവളുടെ പേര് ഞാൻ മാറ്റാൻ പോവാ, അലീന എന്നല്ല, പ്രിൻസസ്, ആ പേരാ ഞാൻ ഇനി അവളെ വിളിക്കാൻ പോണത് എന്ന് പറയാണ്. എടാ ലാലിച്ച, നീ ഒരുപാട് മദ്യപിച്ചു, ഇനി മതി എന്ന് പറയുമ്പോഴേ അച്ഛാ ഞാൻ മദ്യപിച്ചിട്ട് അധികം ഒന്നും മദ്യപിച്ചിട്ടില്ല, വെറും 2 പെഗ് അതേ അടിച്ചിട്ടുള്ളൂ. എടാ ഇത് കൂടുതലാണ് കേട്ടോ, അതായത് വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വേണം. അതിനിപ്പോൾ എന്താ വെച്ചാൽ എടാ അവൾക്ക് ഇതൊന്നും ഇഷ്ടമായില്ലെന്ന് വരും. ഓ അപ്പം അവളെ പേടിച്ചിട്ടാണ് അച്ഛൻ ഒരു ഗ്ലാസ് മദ്യം കുടിച്ചിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കണേ അല്ലേ? പിന്നെ അവളെ പേടിക്കാൻ, അതെ ഒറിജിനൽ ചിന്നമ്മ വന്നിട്ട് പേടിച്ചിട്ടില്ല, പിന്നല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചിന്നമ്മ എന്ന് പറയാണ്. അതെ അച്ഛാ, എനിക്ക് അവളെ രാജകുമാരനെ പോലെ നടത്തണം, ഒരു രാജകുമാരനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ പറയാണ്. എല്ലാം നടക്കോടാ, എല്ലാം നടക്കും, ഒരു രാജകുമാരൻ, ക്രിസ്ത്യൻ രാജകുമാരനെ തന്നെ ഞാൻ അവൾക്ക് വേണ്ടി ആലോചിക്കുക വെച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ അവധക്കുട്ടച്ഛൻ ചിരിച്ചുകൊണ്ടിരിക്കണം. എല്ലാം നടക്കോടാ മോനെ, അവള് നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും എന്നൊക്കെ അവധക്കുട്ടച്ഛനും പറയുന്നുണ്ട് കേട്ടോ. ശേഷം സ്റ്റാൻലിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒരുപാട് മദ്യപിച്ചുകൊണ്ട്. അപ്പം നമ്മുടെ വല്യപ്പച്ചനാണ് സ്റ്റാൻലിനെ എഴുന്നേപ്പിച്ച് റൂമിൽ കൊണ്ടേ കിടത്താട്ടോ. എന്നിട്ട് പുതപ്പ് വെച്ച് മൂടുന്നുണ്ട്. പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ അലീനയുടെ റൂം കഥ കടച്ചിട്ടില്ല. വല്യപ്പച്ചൻ മനസ്സിൽ വിചാരിക്കാണ്, അയ്യോ ഈ പെണ്ണ് എന്താ കഥ കിടക്കാണ്ടാണോ കിടന്നുറങ്ങണത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറണ വല്യപ്പച്ചൻ, മോളെ നീ എന്താ കഥക്ക് ലോക്കിയാത്തത്, നീ എന്താ കരയുമായിരുന്നു മോളെ? ഒന്നുമില്ല വല്യപ്പച്ച. അല്ല നീ കരയുമായിരുന്നു, എന്താ മോളെ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും അത് എൻ്റെ സഹോദരങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയായിരിക്കും. സഹോദരങ്ങളോ? അതെ എൻ്റെ അമ്മയുടെ മനസ്സിലായി മോളെ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട എന്ന് പറയാണ്. അല്ല അവരങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്, അമ്മ ഇപ്പോൾ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, എൻ്റെ സഹോദരന്മാരും സഹോദരിയൊക്കെ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയായിരിക്കും. മോളെ അതൊക്കെ പോയി കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പോൾ നീ ഇവിടുത്തെ കുട്ടിയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നീ ആലോചിച്ചാൽ മതി എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ അലീന പറയട്ടെ, അവരും എൻ്റെ സഹോദരങ്ങളല്ലേ വല്യപ്പച്ച, നീ വിഷമിക്കൊന്നും വേണ്ട, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്, സമയം ഒത്തിരിയായി എന്ന് പറഞ്ഞിട്ട് അലീനെ പിടിച്ച് കിടത്താണ് കട്ടില്. അലീന ഉറക്കം നടിച്ച് അങ്ങനെ കിടക്കാണ്, പക്ഷെ ഉറങ്ങിയിട്ടില്ല. ശേഷം മധുക്കുട്ടച്ഛനും വാതിലടച്ചിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അലീനയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഹിനെയും ബബിതേനെയും കൃഷ്ണജനെയും കുറിച്ചൊക്കെ ആലോചിച്ച് അങ്ങനെ വിഷമിച്ച് കിടക്കാണ്. പിന്നെ വൈജയന്തി ബാലചന്ദ്രനായിട്ട് ഇപ്പൊ എത്രമാത്രം വഴക്കുണ്ടാക്കുമെന്ന് നമുക്ക് അലീനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അലീന ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ വല്യപ്പച്ചൻ പോവാൻ വേണ്ടി റെഡിയാവുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കണ്ട, കൊള്ളാലോ അച്ഛൻ പോവാൻ വേണ്ടി റെഡിയായോ? വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നടാ, ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല, എടാ നീ മോളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വാടാ. അച്ഛ ഞാൻ വരാം, ഉടനെ വരാം. എടാ നീ വരാൻ നോക്ക്, ഇവള് അവിടെ താമസിക്കേണ്ട കൊച്ചല്ലേ, അവിടുത്തെ കുട്ടിയല്ലേ, നീ എത്രയും പെട്ടെന്ന് ഇവളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരണം, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ മോളെ എനിക്ക് തന്നേക്ക്, ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അയ്യോ അച്ഛ ചതിക്കല്ലേ, ഇവളെ എനിക്ക് അങ്ങോട്ട് കിട്ടിയേ ഉള്ളൂ, അപ്പം തന്നെ അച്ഛൻ കൊണ്ടുപോകല്ലേ അച്ഛാ എന്നൊക്കെ സ്റ്റാൻലിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ നല്ല അടിപൊളി ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.